ഞാനും അതും ഒരുപോലെ കാത്തിരുന്ന ആ ഒരു ദിവസമാണ് കേട്ടോ ഇന്ന് മാധു അവളെ അച്ഛൻ്റെ വീട്ടിലേക്ക് പോവാണ്. ഇന്നും രാവിലെ 9:30 മാത്രമേ എണീക്കാറുള്ള മാധു ഇന്നെന്താണെന്നറിയില്ല അച്ഛൻ്റെ വീട്ടിലേക്ക് പോകാനുള്ള എക്സൈറ്റ്മെൻറ്റ് കൊണ്ട് 6 മണിക്ക് തന്നെ എണീറ്റിട്ടിരിക്കുന്നുണ്ട്. അവൾ മാത്രമല്ല ഞാനും ഭയങ്കര എക്സൈറ്റഡ് ആണ്. മാധു ഞങ്ങളുടെ ജീവിതത്തിലേക്ക് വന്നതിന് ശേഷം ഞാൻ കാണാനും കേൾക്കാനും ഒക്കെ ആഗ്രഹിച്ച ഒരുപാട് കാര്യങ്ങളുണ്ട്. അപ്പോൾ ഇനി ഇവിടുന്ന് അങ്ങോട്ട് അതൊക്കെ കാണാനും കേൾക്കാനും പോവുകയാണ്. അതിൻ്റെ ഒരു എക്സൈറ്റ്മെൻറ്റും കൂടിയാണ്. വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോൾ വീഡിയോ എടുക്കാനൊന്നും പറ്റിയില്ല. കാരണം ഭയങ്കര വിഷമത്തിലായിരുന്നു. വിഷമം വേറെ ഒന്നുമല്ല, അച്ഛനും അമ്മയും മാധുവായിട്ട് ഒരുപാട് അറ്റാച്ച്ഡ് ആയിട്ടുണ്ടായിരുന്നു ഈ ഒരു സമയത്തിനുള്ളിൽ. മൂന്നര വർഷങ്ങൾക്ക് മുൻപ് അമ്മ എങ്ങനെയാണോ എന്നെ വീട്ടിലേക്ക് സ്വീകരിച്ചത്, അതുപോലെ തന്നെയാണ് ഞങ്ങളുടെ മാധുവിനെ വീട്ടിലേക്ക് കയറ്റിയത്. അന്നേരം മനസ്സിലുണ്ടായിരുന്ന ആ ഇമോഷനെ എന്ത് പേരിട്ട് വിളിക്കണം എന്നറിയില്ല. നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റാത്തൊരു ഇമോഷനായിരുന്നു ആ സമയത്ത്. ഞങ്ങളെപ്പോലെ മാധവും ഭയങ്കര ഹാപ്പി ആയിരുന്നു. അവളെല്ലാവരുടെ മുഖത്ത് നോക്കി ഭയങ്കര ചിരിയായിരുന്നു. അവളുടെ വരവോടുകൂടി വീട് ശരിക്കൊരു സ്വർഗ്ഗമായി എന്ന് തോന്നും വിധത്തിലായിരുന്നു ആ നിമിഷങ്ങളൊക്കെയും കടന്നുപോയത്. you